നമസ്കാരം, എൻ്റെ പേര് അഹിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് വോൾട്ടേജ്, പവർ, കറണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കുറേ ജനറൽ ഇലക്ട്രോണിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു സോളാർ പ്ലാന്റ് കൃത്യമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കറണ്ട് എന്താണെന്നുള്ളത് നോക്കാം. കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ. ഇങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ആകണമെങ്കിൽ, അതായത് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണുന്നത് പോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസ് ഫ്ലോ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇലക്ട്രോൺസിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരു ആറ്റത്തിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ആവണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് മാത്രം പോരാ, അവിടെ ഒരു ഫോഴ്സ് വേണം. കാരണം ഈ ഇലക്ട്രോൺസിന് മറ്റൊരു ആറ്റത്തിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ആവത്തുള്ളൂ. അപ്പോൾ അതിനെ പറയുന്നതാണ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഇലക്ട്രോൺസ് മൂവ് ആവുന്നതിന് വേണ്ടിയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് വോൾട്ടേജ്. ഇവിടെ നമുക്ക് കറണ്ട് എന്താണെന്നും വോൾട്ടേജ് എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് പവറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെയും അതുപോലെ തന്നെ ഒരു ടാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 230 അടി ഉയരത്തിലാണ് ഈ ഒരു ടാങ്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ ടാപ്പ് 0 ലെവലിൽ. ഓക്കെ, ഈ ഒരു ടാപ്പും ഈ ഒരു ടാങ്കും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിനുള്ളിൽ വെള്ളവുമുണ്ട്. വെള്ളത്തിൻ്റെ അളവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 100 ലിറ്റർ വാട്ടർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിഗർ 1ൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു ഇമേജ് പരിശോധിക്കുമ്പം ടാപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ക്ലോസ് ആണ്. അതായത് ഓപ്പൺ അല്ല, ക്ലോസ് പൊസിഷനിലാണ് ടാപ്പ് ഉള്ളത്. അതായത് ഈ ടാങ്കിനുള്ളിലെ വെള്ളത്തിന് മൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതെപ്പോഴാണ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? ഈ ഒരു ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ്. ശരിയല്ലേ? എന്നാൽ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ അളക്കുകയാണെങ്കിൽ, അത് ഈ ടാങ്കിൽ നിന്ന് അളന്നാലും അതേസമയം നമ്മൾ ഈ ടാപ്പിൻ്റെ സൈഡിൽ നിന്ന് അളന്നാലും ഈ ടാങ്കിൽ നിന്നിൻ്റെ വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 230 അടി ഉയരത്തിൽ നിന്നുള്ള പ്രഷർ നമുക്ക് കിട്ടും. എക്സാമ്പിളായിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 230 പ്രഷർ നമുക്ക് കിട്ടുമെന്ന് വെച്ചോളൂ. ഓക്കെ, എന്നാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക്, അല്ലെങ്കിൽ എത്ര വെള്ളം ഒഴുകുന്നുണ്ടെന്ന് നമുക്ക് അളക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ ഒരു ടാപ്പ് ക്ലോസ് ആയിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ പൈപ്പിനുള്ളിൽ കൂടി വെള്ളത്തിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഫ്ലോ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്, എത്രത്തോളം വെള്ളം നമുക്ക് ഇതുവഴി ഒഴുകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഗർ 2 എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ടാപ്പിൻ്റെ പൊസിഷൻ എന്താണ്? ഓപ്പൺ പൊസിഷനാണ്. അപ്പോൾ ഇവിടത്തേക്ക് കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫ്ലോ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ എത്ര വെള്ളമാണ് പുറത്തേക്ക് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ നമുക്കറിയാം. ഇപ്പം 230 പ്രഷർ നമുക്കുണ്ട്. അതുപോലെ തന്നെ 100 ലിറ്റർ വെള്ളവും ഇതിനകത്തുണ്ട്. പക്ഷേ ഈ 100 ലിറ്റർ വെള്ളവും ഈ ടാപ്പിൽ കൂടെ പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ആ ഒരു ടാപ്പിൽ കൂടെ അതിൻ്റെ വ്യാസം എത്രയുണ്ടോ ആ ഒരു വ്യാസത്തിൻ്റെ ഉള്ളിൽ കൂടെ എത്ര വെള്ളം പോകാമോ അത്രയും വെള്ളം മാത്രമേ പുറത്തേക്ക് പോകാവുള്ളൂ. പക്ഷേ നമുക്കിവിടെ നിന്ന് 100 ലിറ്റർ വെള്ളം വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ടാപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി പറയുന്നുണ്ട്, എൻ്റെ ടാപ്പിൽ കൂടി ഒരു മണിക്കൂർ 50 ലിറ്റർ വെള്ളം പോകും. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ 130 പ്രഷറിൽ വെള്ളം കൊടുത്താൽ മാത്രമേ മണിക്കൂറിൽ 50 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോകത്തുള്ളൂ. ഈ 230 എന്നുള്ളത് 100 കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയിലേക്ക് മാറും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കലും. നമ്മളിവിടെ ഫിഗർ 3 പരിശോധിക്കുമ്പം നമ്മളിവിടെ അതേ ഇമേജ് തന്നെയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങളിൽ മാറ്റമുണ്ട്. അതായത് ഇവിടെ നമ്മൾ 230 അടി എന്നുള്ളത് നമ്മൾ 230 വോൾട്ടേജ് എന്ന് എടുത്തു. അതുപോലെ തന്നെ 100 ലിറ്റർ വെള്ളം എന്നുള്ളതിന് 100 ഇലക്ട്രോൺസ് എന്നുള്ള രീതിയിലെടുത്തു. അതായത് ഇതിനകത്ത് വെള്ളത്തെ നമ്മൾ ഇലക്ട്രോൺസ് ആയിട്ടും ഉയരത്തെ നമ്മൾ വോൾട്ടേജ് ആയിട്ടും എടുത്തു. അതുപോലെ തന്നെ ടാങ്കിനെ നമ്മൾ ട്രാൻസ്ഫോമറായിട്ട്, നമ്മൾ ടെക്നിക്കലി പറയുന്നതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫോമറായിട്ടും എടുത്തു. അതുപോലെ തന്നെ പൈപ്പിനെ നമ്മൾ വയറായിട്ടും എടുത്തു. ടാപ്പിനെ ലൈറ്റായിട്ടും എടുത്തു. ഇതിൻ്റെ ഹാൻഡിലിനെ നമ്മൾ സ്വിച്ചായിട്ടും എടുത്തു. ഓക്കെ, അപ്പോൾ ഫിഗർ 3ൽ ഈ ഒരു ലൈറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓഫ് പൊസിഷനാണ്. അപ്പോൾ നിലവിലെ ഇതിനകത്ത് ഇലക്ട്രോൺസിന് ഫ്ലോ ഉണ്ടോ? ഇവിടെ ഫ്ലോ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്?
ഒന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടി മാത്രമേ ഇലക്ട്രോൺസിന് ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ടാണോ? അല്ല, സ്വിച്ച് ഓഫ് കണ്ടീഷനാണ്. അപ്പം ഓപ്പൺ സർക്യൂട്ടാണ് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഫിഗർ 3 പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആകും. എന്നാൽ ഇവിടെ 230 വോൾട്ടേജ് ഉണ്ട്. വോൾട്ടേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇലക്ട്രോൺസിനെ തള്ളിവിടേണ്ട ഒരു ഫോഴ്സ്. അപ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വോൾട്ട് മീറ്റർ, ഇപ്പം വോൾട്ടേജ് അളക്കുന്ന മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് അളന്നു കഴിഞ്ഞാൽ 230 വോൾട്ടേജ് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് കറണ്ട് അളക്കാൻ കഴിയില്ല. കറണ്ട് അളക്കണമെങ്കിൽ അത് എപ്പോഴേ പറ്റത്തുള്ളൂ, ഇതിനകത്തൂടെ ഇലക്ട്രോൺസിനൊരു ഫ്ലോ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഇനി ഇവിടെ ഒരു കാര്യം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഫ്ലോ ഉണ്ടാകും. അതായത് ഈ ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, ക്ലോസ് സർക്യൂട്ട് ആവും. ക്ലോസ് സർക്യൂട്ടിൽ കൂടെ നമുക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 4ാമത്തെ ഇമേജ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്വിച്ചിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓൺ പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് സർക്യൂട്ടും ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ 230 വോൾട്ടേജും അവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സും അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകും. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ ലൈറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ ലൈറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വയറിൽ ക്ലാമ്പ് മീറ്ററോ അല്ലെങ്കിൽ അമ്മീറ്ററോ ഉപയോഗിച്ച് ഇതിൻ്റെ ഇലക്ട്രോൺസ് നമുക്ക് അളക്കാൻ കഴിയും. എത്ര കറണ്ടാണ് ഇതിൽ കൂടി ഒഴുകുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് നമ്മൾ 100 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന് 100 ആംപിയർ വരെ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5 ആംപിയറോ അല്ലെങ്കിൽ 2 ആംപിയറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര ആംപിയറാണോ ആ ലോഡിന് വേണ്ടത്, ആ ഒരു ആംപിയർ മാത്രമേ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്ലോ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു വയർ വഴി വരത്തുള്ളൂ. അതേസമയം നമ്മൾ ഇവിടെ 100 ആംപിയർ ഈ ട്രാൻസ്ഫോമറിന് ഡെലിവറി ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മളൊരു 150 ആംപിയറിൻ്റെ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോഡ് പ്രവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു മോട്ടർ ആയാലും ലൈറ്റ് ആയാലും പ്രവർത്തിക്കില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ വോൾട്ടേജിനെ നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് 230 അടി ഉയരത്തിൽ നിന്നും 0യിലേക്കുള്ള മൂവ്മെൻറ്റിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ന്യൂട്രലും ലൈനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ന്യൂട്രലും ലൈനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വേണമെങ്കിലും വോൾട്ടേജിനെ പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്, എന്താണ് പവർ? പവർ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ കൂടി എത്ര ഇലക്ട്രോൺസ് ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എത്ര പ്രഷറിലാണ്, എത്ര വോൾട്ടേജിലാണ് ഇവിടുത്തെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്, അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് പവർ. അതായത് പവർ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഗുണനമാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ്, പവർ, കറണ്ട് എന്താണെന്നുള്ള കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനും പറ്റും, പഠിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു മോട്ടറിൻ്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പവർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന, പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CFL LED ഏതായിക്കോട്ടെ, ഇപ്പോൾ 100 വാട്ട്സിൻ്റെ ഒരു ബൾബ് എന്ന് പറയുന്നത്, 100 വാട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ്. ആ പവർ എങ്ങനെയാണ് പറയുന്നത്? അതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും അതെടുക്കുന്ന കറണ്ടും അത് തമ്മിൽ ഗുണിക്കപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വോൾട്ടേജും പവറും കറണ്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.